മണി എത്തിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പണത്തിൻ്റെ ധാർമ്മികത. പണം ഒത്തിരി സത്യമുള്ളൊരു മുതലാണ്. അത് നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ, നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് അല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ വെള്ളം പോലെ വായു പോലെ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ് പണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ദൈവികമായിട്ട് തന്നെ നമ്മൾ കാണണം. അതിന് നിരക്കാത്ത ചില പ്രവൃത്തികൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ അത് നമ്മുടെ മണി എനർജി ബ്ലോക്കാക്കും. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ PDF ബുക്കൊക്കെ ഡൗൺലോഡ് ചെയ്യില്ലേ, ഫ്രീ PDF ഉണ്ടാവുമല്ലോ, അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുക, അവരോട് ഡൗൺലോഡ് ചെയ്യാൻ പറയുക. അല്ലെങ്കിൽ നമ്മൾ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് പാസ്വേഡൊക്കെ കൊടുത്ത് വേറെ ആളുകൾക്ക്, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യില്ലേ. അതൊക്കെ പണത്തിൻ്റെ എത്തിക്സിന് ധാർമ്മികതയ്ക്ക് നിലക്കാത്തതാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള പണം എപ്പോഴും സന്തോഷമുള്ള പണമായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ആണിത്. അതായത് ഇവിടെ ഒന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല, ഒന്നും ഫ്രീ ഇല്ല സത്യത്തിൽ. നമുക്ക് എന്ത് കിട്ടുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു പകരം കൊടുക്കുന്നുണ്ടാവും. ഈവൻ നമ്മളൊരു ഫ്രീ ക്ലാസ് ആണെന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യുന്ന പോലും നമ്മുടെ സമയം കൊടുക്കുന്നുണ്ട് അവിടെ. നമ്മളുടെ അറ്റൻഷൻ, ശ്രദ്ധ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തിലും നമ്മളൊരു വാല്യൂ കൊടുക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. അത് മറ്റുള്ളവരുടെ ജോലിയെ, അവരുടെ സമയത്തിനുള്ള റെസ്പെക്റ്റാണ്. നമുക്ക് പണം എപ്പോഴും ബഹുമാനം അർഹിക്കുന്നു. അപ്പം നമ്മളൊരാളുടെ സമയത്തെ, അവരുടെ സർവീസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് അവർക്ക് കൊടുക്കുന്ന ചാർജ്. അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ഓഫ് എക്സ്ചേഞ്ചാണ് മണി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ളതെല്ലാം ധാർമ്മികമായതാണ് എന്ന് നമ്മൾ എന്ന് ഉറപ്പാക്കുക. കാരണം പണം ദൈവികമാണ്. നമ്മൾ വിചാരിക്കണ പോലെ ഞാൻ പണിയെടുത്ത് കിട്ടണതല്ല പണം, ഞാൻ പണിയെടുത്തിട്ടുണ്ടാക്കണ കാശല്ലേ എന്ന് പറയുന്നതല്ല പണം. നമ്മൾ പണിയെടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വിധിക്കപ്പെട്ടത് നിങ്ങളിലേക്ക് വരുള്ളൂ. വിധിക്കണമെങ്കിൽ നമ്മൾ അതിനോട് അലൈൻ ചെയ്ത് അടുത്തടുത്ത് നിൽക്കണം. ഈ അടുത്തടുത്ത് നിൽക്കുമ്പോൾ അതിനൊന്ന് തൃപ്തിപ്പെടുത്തി പ്രീതിപ്പെടുമ്പോൾ അത് നമ്മളിലേക്ക് ഒഴുകും. ഒരു ചാല് വെട്ടുമ്പോൾ വെള്ളം, പാടത്തൊക്കെ ചാല് കീറി വെള്ളം ഇങ്ങോട്ട് തിരിച്ചു വിടില്ല, അതേപോലെ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാല് നമ്മൾ വെട്ടുമ്പോൾ നമ്മളിലേക്ക് ഒഴുകും. അപ്പോൾ വെട്ടണമെങ്കിൽ നമ്മൾ ധാർമ്മികത ഉള്ളവരായിരിക്കണം. അപ്പോൾ മണിക്ക് എത്തിക്സ് ഉണ്ട്. നമ്മുടെ മണി എത്തിക്സ് എന്ന സീരീസ് കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു സോ മച്ച്. സ്മിത മാഹിനാണ്.